എൻ്റെ മക്കൾക്ക് ഉമ്മാന്ന് വിളിക്കാൻ ഞാൻ ജീവിച്ചിരുന്നേ പറ്റുള്ളൂ. എൻ്റെ കുഞ്ഞു മക്കളാണ്, വേറെ ആരുമില്ല. ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണോ അസുഖം വന്നു ചേരുക അതൊക്കെ വന്നു ചേർന്നിട്ടും തൻ്റെ മക്കൾക്ക് ഉമ്മ എന്ന് വിളിക്കാൻ എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സങ്കടത്തോടുകൂടി വളരെയധികം വേദനയോടുകൂടി ഒരു സഹോദരി നമ്മുടെ മുന്നിലേക്ക് ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നാൽ ആ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റുന്ന സഹായങ്ങൾ ചെയ്യാതെയും പോകരുതേ എന്ന് വളരെ സങ്കടത്തോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ആരോഗ്യ മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോട്ടേക്കുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഒരുപാട് വലിയ തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ സഹായം അഭ്യർത്ഥിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ ഒന്ന് സഹായിക്കണം. പുഞ്ചിരിയോടുകൂടി രോഗത്തെ നേരിടുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയുടെ വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ഒരു ഓക്സിജൻ ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത്. ഏകദേശം 2000 രൂപേൻ്റെ ഓക്സിജൻ എനിക്ക് ഒരാഴ്ചത്തേക്ക് വേണം. അങ്ങനെ എല്ലാ ദിവസവും ഈ ഓക്സിജൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ സിലിണ്ടറും അതേപോലെ കോൺസെൻട്രേറ്ററും മെഷീനുകളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ ഓക്സിജൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ രാത്രി ഉറങ്ങുമ്പോൾ CPAP മെഷീൻ വെക്കുന്നുണ്ട്. എനിക്ക് ലങ്സിന് നല്ല ബുദ്ധിമുട്ടായിട്ടാണുള്ളത്. ഹാർട്ടിനും നല്ല പ്രശ്നമുണ്ട്. ഹാർട്ടിന് ഇപ്പോൾ 3 ബ്ലോക്ക് ഉണ്ട്. ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണുള്ളത്. അതൊക്കെ ഒരു വലിയ രോഗം കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോൾ ഉള്ളത് തലശ്ശേരി ഇല്ലിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് ഫരീദ എന്ന് പറയുന്ന 27 വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട സഹോദരിയുടെ വളരെ സങ്കടകരമായ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനും ഒരു സഹായം അഭ്യർത്ഥിക്കാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തൊക്കെ രോഗം എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ വിവരിക്കേണ്ടി വരും. PNH എന്ന് പറയുന്ന രക്തം പൊടിയുന്ന ഒരു തരം രോഗമാണ് ആദ്യമായി ഫരീദ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എൻഡ്രോമേട്രിയൽ സർക്കോമ, യൂട്രസിന്റെ ടിഷ്യൂവിൽ വളരെ റയറായി വരുന്ന ഒരു തരം ക്യാൻസർ കൂടി ബാധിച്ച് വല്ലാത്തൊരു ശാരീരിക അവസ്ഥയിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരി. അതുപോലെ തന്നെ PAH എന്ന് പറയുന്ന ലെൻസ് ചുരുങ്ങിപ്പോകുന്ന അസുഖവുമുണ്ട്. ഹാർട്ടിന് 2 ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ട്. ഉടനടി തന്നെ ഹാർട്ട് സംബന്ധമായ സർജറിക്ക് വിധേയമാകണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ശാരീരികമായി വളരെയധികം മോശാവസ്ഥയിലേക്ക് മാറി ഈ പ്രിയപ്പെട്ട സഹോദരി കൂടുതൽ അവശ നിലയിലേക്ക് പോയി പിന്നീട് ചികിത്സകൾ പോലും നൽകാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 2 കൊച്ചു മക്കൾക്ക് ഉമ്മ എന്ന് വിളിക്കാനുള്ള ആ ഒരു സാഹചര്യമെങ്കിലും നമ്മുടെ ഒരു സഹായം കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യമായി മാറും. 6 മാസത്തെ ചികിത്സക്ക് 1,60,00,000 രൂപ നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എത്രയോ ചികിത്സകൾ ഈ സഹോദരിക്ക് ഇതുവരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 30 ലക്ഷത്തിന് മുകളിൽ ഇതുവരെ ചികിത്സക്ക് ചെലവായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യാതൊരു മാർഗവും ഇല്ലാത്തത് കൊണ്ട്, യാതൊരു അവസ്ഥയും ഇല്ലാത്തത് കൊണ്ട്, വല്ലാത്തൊരു പ്രയാസമായ ഒരു സാഹചര്യമായത് കൊണ്ടാണ് അവസാന പ്രതീക്ഷാ നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത്. ഈ സഹോദരിയുടെ ഒരു സങ്കടം, ഈ സഹോദരിയുടെ ഒരു വേദന ഈ വീഡിയോ കാണുന്ന എൻ്റെ ശബ്ദം കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങൾ ആരും തട്ടിമാറ്റി പോകരുതേ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അടിയന്തരമായി എത്തിച്ചുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. 2 കൊച്ചു മക്കളുടെ ഉമ്മയാണ്. ആ സഹോദരി പറഞ്ഞൊരു വാക്ക് കേട്ടോ, എൻ്റെ മക്കൾക്ക് ഉമ്മ എന്ന് വിളിക്കാനെങ്കിലും എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ പ്രിയപ്പെട്ട സഹോദരിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും ആ പുഞ്ചിരി മായാതെ, ആ പുഞ്ചിരി നിലക്കാതെ ജീവിതത്തിൽ നിലനിർത്തി ആ മക്കൾക്ക് ഉമ്മ എന്നുള്ള ആ വിളി നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ലോകം മലയാളികളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ മക്കളെ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ, ഈ മക്കളുടെ മുഖമോർത്തെങ്കിലും പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പ്രിയപ്പെട്ട സഹോദരിയെ ഒന്ന് ചേർത്ത് പിടിക്കണേ. അക്ലിയോസുമാബ് എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് നൽകേണ്ടതായിട്ടുള്ളത്. മാസത്തിൽ ഒരു ഇഞ്ചക്ഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ആ ഇഞ്ചക്ഷന് വരുന്ന കോസ്റ്റ്, ഒരു ഇഞ്ചക്ഷൻ ഏകദേശം 27 ലക്ഷം രൂപയോളം കോസ്റ്റ് വരുമെന്നാണ് മലബാർ ക്യാൻസർ സെന്റർ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ 6 ഇഞ്ചക്ഷന് 1,60,00,000
62 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് എസ്റ്റിമേറ്റ് നൽകിയിട്ടുള്ളത്. ഞാൻ തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KM ജമുനാറാൻ ടീച്ചർ. നമ്മുടെ 1-ാം വാർഡിലുള്ള 27 വയസ്സ് മാത്രം പ്രായമുള്ള ഫരീദ എന്ന് പറയുന്ന ചികിത്സാ ചെലവിലേക്ക് വമ്പിച്ച തുക ആവശ്യമായി വന്നതിനാൽ ഇത്തരത്തിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ അവരുടെ കുടുംബത്തിന് വേണ്ടി സഹായിക്കണം. എൻ്റെ പേര് സാഹിറ. ഞാൻ 1-ാം വാർഡ് കൗൺസിലർ, നിട്ടൂർ വാർഡാണ്. എൻ്റെ വാർഡിലെ ഒരു സഹോദരിയാണ് ഈ ഫരീദ. വളരെ ദയനീയമായ ഒരവസ്ഥ തന്നെയാണ്. അപ്പം 4 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള 2 ചെറിയ കുഞ്ഞുങ്ങളാണ്. ആ മക്കളെയും കൂടി നമുക്ക് കാണുമ്പോൾ വളരെ സങ്കടം തോന്നും. അത്രയും വലിയൊരു കഷ്ടതയിലാണ്. നമുക്ക് കഴിയാവുന്ന സഹായം പരമാവധി എല്ലാവരും എത്രയും പെട്ടെന്ന് ചെയ്തുകൊണ്ട് അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിനുവേണ്ടി മുഴുവൻ ആളുകളും അവരെ സഹായിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ സഹോദരിയായ ഫരീദ എന്ന ഞങ്ങളുടെ സഹോദരി വളരെ പ്രയാസപ്പെട്ട് 4 വർഷത്തോളമായി ഗുരുതരമായ അസുഖം ബാധിച്ച് വളരെ പ്രയാസപ്പെട്ട് അതിദാരുണമായ അവസ്ഥയിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർ എത്രയും പെട്ടെന്ന് നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, അസുഖങ്ങളൊക്കെ ഭേദമായി എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഫരീദയുടെ ഉമ്മയും ഇതേപോലെ തന്നെ ഒരു മാരകമായ രോഗം വന്ന് വളരെയേറെ ലക്ഷങ്ങളോളം ചെലവാക്കി ആ കുടുംബം എല്ലാവർക്കും നല്ല ഗുണം ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഇന്ന് ഈ അവസ്ഥയിലെത്തിയത് വളരെ ദയനീയമായിപ്പോയി. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തെ നാട്ടുകാരുടെയും മറ്റ് ഉദാരമതികളുടെയും സഹായം തേടിക്കൊണ്ടുള്ള ഒരു ചികിത്സക്കാണ് ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ രോഗചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയിട്ടുള്ള കോടിയേരി സ്വദേശിയായ ശ്രീ അമർഷാൻ എന്നവരുടെ നേതൃത്വത്തിൽ ഇതുവരെയായി നടത്തിവന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ തുടർച്ചയെന്നോളമാണ് ഫരീദയുടെയും ചികിത്സ ഈ സമൂഹവും അമർഷാൻ ഫൗണ്ടേഷനും ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാവരുടെയും സഹകരണം കൊണ്ട് അവരുടെ ചികിത്സയും അതേപോലെ തന്നെ അവരുടെ ഭാവിയും രൂപപ്പെടുത്തുന്നതിന് ഈ ജീവകാരുണ്യ പ്രവർത്തനം സഹായകരമാട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ സഹോദരിയെ എല്ലാവരും കൂടി വളരെ നല്ല രീതിയിൽ സഹായിക്കണമെന്ന് ഈ സമയത്ത് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഈ അമ്മയെ സഹായിക്കണം. ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ സഹായിക്കുന്ന അമർഷാൻ ഫൗണ്ടേഷൻ എല്ലാ ആളുകൾക്കും ഇന്ന് ഏറ്റവും വലിയ ഒരു തണൽ എന്ന നിലയിലാണ് ആ ഫൗണ്ടേഷനെ നമ്മുടെ പൊതു സമൂഹം കണ്ടുവരുന്നത്. തീർച്ചയായും അതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം സഹായിക്കാൻ കഴിയും ആ നിലയിലുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരിയിലുള്ള ഈ സഹോദരിയെ എല്ലാവരും സഹായിക്കാമെന്ന് സത്യസന്ധമായി നിങ്ങളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം ആ യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് വളരെ വിനീതമായി. നമ്മുടെ 1-ാം വാർഡിൽ താമസിക്കുന്ന ഫരീദ എന്ന് പറയുന്ന ഈ സഹോദരിക്ക് 1,62,00,000 രൂപ ചികിത്സ ആവശ്യമായി വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും പറ്റാവുന്ന രീതിയിൽ സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങളെല്ലാവരുടെയും സഹായം വീണ്ടും 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 അഭ്യർത്ഥിച്ചുകൊണ്ട് സഹായിക്കണേ 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 എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.